വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇന്ന് കൊച്ചിയിൽ നമുക്ക് നോക്കാനുള്ള മറ്റൊന്ന് എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഈ ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കാനിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സിനിമാ മേഖലയിൽ നിയമനിർമ്മാണം നടത്തുന്നതിനായി പലവിധങ്ങളായ നിർദ്ദേശങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയും ക്രോഡീകരിക്കാനായി ഒരു അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് മിത സുധീന്ദ്രനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഹൈക്കോടതി. ഒപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്ന അന്വേഷണ പുരോഗതി അത് സംസ്ഥാന സർക്കാർ കോടതിയെ വളരെ വ്യക്തമായി തന്നെ അറിയിച്ചിരുന്നു. ഈ അന്വേഷണ പുരോഗതിയിൽ പൂർണ്ണ തൃപ്തി നേരത്തെ തന്നെ ഹൈക്കോടതി രേഖപ്പെടുത്തിയതാണ്. അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ കൃത്യമാണ് അന്വേഷണം എന്നുള്ളതും ഹൈക്കോടതിയുടെ പരാമർശമായി നേരത്തെ വന്നിട്ടുള്ളതാണ്. ഉമേഷ് തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഒരിക്കൽ കൂടി നൽകും. ഉമേഷ്, ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ സുപ്രധാനമായി കോടതിക്ക് മുന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ്? കാവ്യ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഹർജികൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അതായത് കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസെടുത്ത് ശക്തമായ നടപടിയിലേക്ക് പോകണം, ഈ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന മൊഴികൾ പുറത്തുവിടരുത്, അങ്ങനെ പല ഹർജികൾ ഈ ഹൈക്കോടതിയിലെത്തിയ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹർജികളും പരിഗണിക്കാനായി ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഹൈക്കോടതി രൂപീകരിച്ചത്. ജസ്റ്റിസ് CS സുധ, അതായത് ഒരു വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CS സുധയും, ഈ രണ്ടുപേരും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ പിന്നീട് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചത്. അതിലേറ്റവും ഒടുവിൽ ഇതിനു മുൻപ് ഈ ഹർജി പരിഗണിച്ചപ്പോൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും മറ്റും കരടടക്കം ക്രോഡീകരിക്കാൻ വേണ്ടി അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയത്. അഡ്വക്കേറ്റ് മിത സുധീന്ദ്രനാണ് ഈ കേസിൽ അമിക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് വിവിധ നിർദ്ദേശങ്ങൾ, അതായത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നുണ്ട്, അതിനെ സഹായിക്കുക എന്നുള്ളതാണ് കോടതി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിർദ്ദേശങ്ങളും കരടും അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ച് അതൊരു റിപ്പോർട്ടാക്കി ഡിവിഷൻ ബെഞ്ചിന് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതായിരിക്കും അമിക്കസ് ക്യൂറി ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. WCC അടക്കം ഇതിൽ കക്ഷിയാണ്, വനിതാ കമ്മീഷൻ ഇതിൽ കക്ഷിയാണ്. ഇവർക്കൊക്കെ വിവിധ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിക്കുക ഈ അമിക്കസ് ക്യൂറി ആയിരിക്കും. അവരുടെ നിർദ്ദേശങ്ങളെല്ലാം കേട്ട ശേഷം അത് ഏകരൂപത്തിലാക്കി അത് ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സമർപ്പിക്കുക എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതാണ്. ആ നടപടിയിലേക്ക് കടക്കും. എന്താണ് അതിൻ്റെ പ്രാഥമികമായ ഘട്ടം എന്നുള്ള കാര്യം ഒരുപക്ഷെ അമിക്കസ് ക്യൂറി ഇന്ന് കോടതിയെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അമിക്കസ് ക്യൂറിയെ ചുമതലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അതും കോടതി കേൾക്കും. അത്തരം നടപടികളായിരിക്കും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ നടക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാവ്യ.